ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഫോർ ലിറ്റിൽ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇറാനി എഗ് പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇറാനി പോള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു കപ്പ് പാല്, ഒരു കപ്പ് മൈദ, ഒരു മുട്ട. ഇതിനൊരു ബാറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ബാറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആദ്യം മുട്ട തന്നെ പൊട്ടിച്ചൊഴിക്കാൻ നോക്കുക കേട്ടോ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് മുട്ടയാണ് ഒഴിക്കേണ്ടത്. അതിന് ശേഷം വേണം മൈദ അതിൻ്റെ മുകളിലോട്ട് ഇടാൻ. മുകളിലോട്ട് നമ്മളത് മുഴുവനായിട്ടും മൈദ അതിലേക്ക് ഇടാം. പക്ഷേ നമ്മൾ ആദ്യം അടിച്ചെടുക്കുമ്പോൾ തന്നെ മുഴുവനായിട്ടും പാൽ ഒഴിക്കരുത്. ആദ്യം പകുതി ഒഴിച്ച് അങ്ങനെ കട്ട പിടിക്കാത്ത രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ച് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു അരക്കപ്പ് പാലൊഴിച്ചു, എന്നിട്ട് അടിച്ച് പിന്നെ നമ്മളുടെ ദോശയുടെ ഒക്കെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഈ പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ്. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് അതിനൊരു മസാല ആവശ്യമുണ്ട്. അതിനാവശ്യമായത് 3 മുട്ട, കൂടാതെ ഒരു 2 ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ 1.5 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. പിന്നെ പൊടികൾ വേണം. പിന്നെ ഞാൻ ഗീലാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നിങ്ങളുടെ എരിവിനും അനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനെല്ലാം 1/2 ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. സവാള വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളത്, ഈസി ആയിട്ട് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് ഇത് നന്നായി വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റി ഉള്ളി ഇങ്ങനെ ആയി കിട്ടിയാൽ മതി കേട്ടോ. അധികം ഇങ്ങോട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വഴണ്ട് വന്നു. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിത് ഇതിലേക്ക് ഇടുന്നത് ചിക്കൻ മസാല പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഗരം മസാല പൗഡർ, അതും 1/2 ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ മാത്രം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മളുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ആ മല്ലിയില അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മല്ലിയില വാടേണ്ട ആവശ്യമില്ല കേട്ടോ. വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് മുട്ട, ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കണ മുട്ട ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്കിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ എഗ് പപ്സിലൊക്കെ ഉണ്ടാവണ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതിന്. അപ്പം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഫില്ലിങ്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം നെയ്യിലാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം ഞാൻ നെയ്യ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം പകുതി ബാറ്റർ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനൊരു പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശമാവൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കൂല, അതുപോലെ ഞാനൊന്ന് ഇളക്കി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കിയത് ഇതിൻ്റെ മേളിലായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ എല്ലാത്തിനും അറ്റത്തോട്ട് എത്തണ്ട, നടുവിലായിട്ട് നമ്മളിപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ എത്തുന്ന രീതിയിൽ തന്നെ വേണം, എന്നാലാണ് നമ്മൾ കട്ട് ചെയ്യുമ്പം എല്ലാ ഭാഗത്തോട്ടും എത്തുകയുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു എഗ് പോളയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് അമർത്തി ചെറുതായിട്ടൊന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ബാറ്ററും കൂടി ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് തൂവി കൊടുത്തിട്ട് ഒന്ന് മറച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂവി കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ടെടുക്കാം. മറച്ചെടുക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം, കാരണം നമ്മൾ കുറച്ചുകൂടി വെയിറ്റുള്ള സാധനമാണ്, അതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ കരിയൊന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് ഇതേപോലെ തന്നെ സിമ്മിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കട്ട് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.